മമ്മൂട്ടി എന്ന മഹാനായ നടൻ, ഒരു വ്യക്തിയുടെ സ്വകാര്യത, ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഇതൊക്കെയാണല്ലോ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ ആദ്യമായി നമുക്ക് മനസ്സിൽ വരിക. നോക്കൂ, മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വലിയ ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയാണ് അതിലേക്ക് റീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലെ എങ്ങനെയാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തന്നെ സിനിമകൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും, ഒരു സിനിമ ഇറങ്ങുമ്പോൾ എപ്പോഴാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ കൃത്യമായി പ്രൊമോഷനൊക്കെ വേണ്ടി പുള്ളി വരുന്നത്, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ രീതിയിൽ ഒരു മാന്യത എല്ലാ രീതിയിലും വെച്ചു പുലർത്തുന്ന, അനാവശ്യമായ ഒരു ലൂസ് ടോക്ക് വരാതെ, അനാവശ്യമായി ഒരു കാര്യം പോലും പറയാതെ, എത്രമേൽ ആളുകൾ എന്നെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സമൂഹത്തിനോടുള്ള ബാധ്യത എന്ത്, ഞാൻ എങ്ങനെയായിരിക്കണം ഈ സമൂഹത്തോട് പെരുമാറേണ്ടത് എന്ന് ഒരു തുറന്ന പുസ്തകം പോലെ നാളിതുവരെ മമ്മൂട്ടിയുടെ ഇന്റർവ്യൂസ്, മമ്മൂട്ടിയുടെ വ്യക്തിജീവിതം, എവിടെയൊക്കെ നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ശരാശരി മലയാളിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ, മമ്മൂട്ടിക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. അതിനുശേഷം മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പൂജ കഴിപ്പിക്കുന്നതും അത് ഏകദേശം ആ വാർത്തയുടെ ആധികാരികത ഉറപ്പിക്കുന്ന രീതിയിലുമൊക്കെയാണല്ലോ. നമ്മൾ ഇവിടെ ഒരു തിരിച്ചൊരു ഉത്തരവാദിത്വം ആ മഹാനടനോട്, ആ നല്ല മനുഷ്യനോട് കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം റംസാന്റെ വിശ്രമത്തിലാണെങ്കിലും എല്ലാ വർഷവും എടുക്കുന്ന പോലെ ഒരു വിശ്രമം മാത്രമാണെന്ന് പറയുന്നു. അതല്ല, അദ്ദേഹത്തിന് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായതുകൊണ്ട് മാറിയെന്ന് പറയുന്നു. അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വലിയ സിനിമ താൽക്കാലികമായി മുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റാളുകളെ വെച്ച് അതിന്റെ ഷൂട്ടിംഗ് മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. മമ്മൂട്ടി ഒരു വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണോ ഈ സമൂഹം പെരുമാറേണ്ടത്, ഈ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം നിലവിൽ വെച്ച് പുലർത്തുന്ന ആ സ്വകാര്യതയെ നമ്മൾ ഒരു മാന്യമായ ഒരു മറുപടിയായി കൊടുക്കണ്ടേ? നമ്മളൊരു നിശബ്ദത പാലിക്കണ്ടേ? വെയിറ്റ് ചെയ്യൂ, മമ്മൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വരട്ടെ. എന്താണ് ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം തന്നെ പുറത്ത് പറയട്ടെ. ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി, വാർത്തയുടെ ഒരു പ്രസരണത്തിന് വേണ്ടി എടുത്തുപയോഗിക്കാൻ പറ്റുന്നതാണോ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ? ലോകത്ത് മനുഷ്യനായ മലയാളികൾ മുഴുവൻ ആരൊക്കെ അദ്ദേഹത്തിനോട് പരിചയമുണ്ടോ, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ, അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കേട്ടതൊന്നും സത്യമാവാതിരിക്കട്ടെ. കേട്ടതെന്തെങ്കിലും സത്യമാണെങ്കിൽ അത് പറയേണ്ടവർ പറയട്ടെ. അതുവരെ മാന്യമായ നിശബ്ദതയല്ലേ ആ മഹാനടന്, ആ നല്ല മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ടത്? ആ ഒരു നല്ല ഉത്തരവാദിത്തോടെ ഈ സമൂഹം ഇപ്പോൾ പെരുമാറണമെന്നാണ് വോക്സ് ടീമിന് പറയാനുള്ളത്. വോക്സ് ടീം ഈ വിഷയം ഇപ്പോൾ എടുത്തു പറയുന്നതും അതുകൊണ്ടാണ്. നമുക്ക് കോൺട്രവേഴ്ഷ്യലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വാർത്തയല്ലത്, നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു വാർത്തയല്ലത്, നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ അതിലേക്ക് കടന്നു കയറാൻ പറ്റിയ വാർത്തയല്ലത്. കാരണം ഇതൊരു വളരെ തികച്ചും സ്വകാര്യപരമായ ഒരു കാര്യമാണ്. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമുകളോ പ്രതികരിക്കും വരെ നമുക്ക് മാന്യമായ ഉത്തരവാദിത്തപരമായ നിശബ്ദത തുടരാം.